അപ്പോ നമ്മുടെ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരന്റെ ഇരിപ്പിടം. ഇത് ജൈന ബുദ്ധ കാലഘട്ടത്തിൽ തന്നെ ക്ഷേത്രങ്ങൾ ഉണ്ടായി തുടങ്ങി. അതിനു മുമ്പ് ഞാൻ പറഞ്ഞ ഈ 3000 വർഷത്തിന് മുമ്പ് നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് പറയുന്ന പേരാണ് മാടം. മാടം മാടം എന്ന് വെച്ചാൽ അർത്ഥം എന്താന്ന് പറയട്ടെ. മാട് എന്ന് കേട്ടിട്ടുണ്ടോ? എന്തൊക്കെയാ മാട്? ആ ആ ആ ആ ആ ആ അതൊക്കെയാണ് മാട്. ഏതാണ്ട് 3000 വർഷം മുമ്പ് ഇവിടെ ബെൻസ് കാറുണ്ടോ? സ്വർണത്തിന് ഇത്രയും ആവശ്യമുണ്ടോ? ഇല്ല. അന്ന് മാടായിരുന്നു ഒരു മനുഷ്യന്റെ സമ്പത്ത് നിർണയിക്കുന്നത്. ആ മാട് ആ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഐശ്വര്യമാണ്. അങ്ങനെയാണ് മാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം. മാടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം ഇരിക്കുന്ന സ്ഥലം. ആ സ്ഥലത്തിരിക്കുന്ന ദേവതയാണ് മാടൻ. ഒരുപാട് മാടൻ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോയി. നമ്മുടെ വള്ളുവന്തറ ദേവീ ക്ഷേത്രത്തിലും ഒരു മാടൻ അവിടെ നെടുകല്ലായി ഇരിക്കുന്നുണ്ട്. നെടുകല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞു, കല്ലെടുത്ത് നാട്ടി ആരാധിക്കുന്ന കണ്ടോ. അപ്പൊ ആ മാടന്റെ മുന്നിൽ നമ്മൾ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോ എനിക്ക് ഭഗവാനെ ഐശ്വര്യം തരണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഐശ്വര്യത്തിന്റെ ദേവതയാണ് മാടൻ തമ്പുരാൻ. ഇനി അടുത്തൊരാളുണ്ട്, മറുത. നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അങ്ങ് ഭയങ്കര ഭയമാണ്. മറുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ നീചമായിട്ടുള്ള എന്തോ ഒരു ജീവിയാണ് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3000 വർഷത്തിന് മുമ്പുള്ള ഇവിടുത്തെ ഗ്രാമദേവതയാണ്. അതായത് നമ്മുടെ മനസ്സിന് ശാന്തി വേണം. മനഃശാന്തി ഉണ്ടെങ്കിലേ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. മനസ്സ് കലങ്ങിയാലോ, സ്നേഹം കൊണ്ട് കലങ്ങാം, ദുഃഖം കൊണ്ട് കലങ്ങാം. ഇനി ആരെങ്കിലും നമ്മളെ ആക്ഷേപിച്ചാൽ നമ്മുടെ മനസ്സ് കലങ്ങാം. പലതരത്തിൽ നമ്മുടെ മനസ്സിന് കലക്കമുണ്ടാവും. അങ്ങനെ മനസ്സിനെ കലങ്ങാതെ സൂക്ഷിക്കുന്ന ദേവതയാണ് ആര്? മറുത. 5 തരം വായുക്കളുണ്ടെന്നറിയാം. അപ്പോ ഈ വായുക്കളില് ഒന്നാണ് നമ്മുടെ ആത്മാവ്. ആത്മാവ് പോയാൽ നമ്മളൊരു പേര് പറയും. എന്തോ പറയും? കാറ്റുപോയി എന്നല്ലേ പറയുന്നത് കേട്ടോ. അപ്പോ ആത്മാവ്, നമ്മുടെ ആത്മാവിനെ സാന്ത്വനപ്പെടുത്തുന്ന ദേവതയാണ്, ആ ഗ്രാമദേവതയാണ് മറുത. അടുത്തത് പേയ്. മറുത നമ്മുടെ ക്ഷേത്രത്തിൽ ഇരിപ്പുണ്ട്. മറുതയുടെ അടുത്ത് ചെല്ലുമ്പോ എൻ്റെ മനസ്സ് കലങ്ങാതെ സൂക്ഷിക്കണേ, എൻ്റെ മനസ്സ് കലങ്ങാതെ എന്നെ രക്ഷിക്കണേ, അല്ലയോ ഗ്രാമദേവതേ, ദേവതയെന്ന് വേണം പ്രാർത്ഥിക്കേണ്ടത്. അതാണ് അതിൻ്റെ സങ്കല്പം. അടുത്തത് പേയാണ്. ഇതും ആൾക്കാർക്ക് പേടിയുണ്ടാക്കുന്നുണ്ട്. പേയ്. പേയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തില് പണ്ട് വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തമിഴകത്തിലെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് വീരം. ആണും പെണ്ണും കായികാഭ്യാസം അറിയുന്നവരാ. യുദ്ധത്തിന് പോകുമ്പോൾ ആണും പെണ്ണുമാ പോകുന്നത്. പാൽമണം മാറാത്ത കൊച്ചു കുഞ്ഞുങ്ങളെ വേൽ കൊടുത്ത് അയക്കുന്ന അമ്മമാരാണ് നമ്മുടെ ഈ തമിഴകത്തിൽ, നമ്മൾ ഈ ഇരിക്കുന്ന ഈ തമിഴകത്തിൽ ഉണ്ടായിരുന്നത്. ആ കുഞ്ഞ് നെഞ്ചിൽ വേലേറ്റ് വീണാൽ ആ അമ്മ സന്തോഷിക്കും. നെഞ്ചില് വേലേറ്റ് വീണാൽ ആ അമ്മ സന്തോഷിക്കും. വിശേഷിച്ചും മുതുകത്താണ് വേലേൽക്കുന്നതെങ്കിൽ ആ പാല് കൊടുത്ത ആ മാറുകൾ ആ അമ്മ ഛേദിച്ചെറിയും. അതാണ് അവസ്ഥ. അത്ര വീരന്മാരായിരുന്നു നമ്മുടെ പൂർവികര്. നമ്മൾ ആരാന്നാ വിചാരിക്കുന്നത്? നമ്മൾ ആരാണെന്നാ വിചാരിക്കുന്നത്? വിദ്യാഭ്യാസത്തിൽ ഒന്നാമത്തെ ആൾക്കാരായിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യം എല്ലാം പോയപ്പോഴാണ് ഇതൊക്കെ നഷ്ടമായത്. മനസ്സിലായില്ലേ? നമ്മൾ വീരന്മാരായിരുന്നു. വീരപാണ്ഡ്യൻ എന്നാ പറയുന്നത്. രാജരാജേന്ദ്ര ചോഴ എന്നാ പറയുന്നത്. എന്താ കാര്യം? വീരമാണ്, വീരം. പാണ്ഡ്യന്മാര്, ചോഴന്മാര്, ചേരന്മാര് എല്ലാവരും വീരത്തിൽ ഒന്നാമന്മാരായിരുന്നു.
അങ്ങനെ യുദ്ധം ചെയ്ത് വീരമൃത്യു വരിച്ചിട്ടുള്ള ആത്മാക്കളെ നമ്മൾ പണ്ട് തന്നെ ബഹുമാനിച്ചിരുന്നു നടുകല്ലുകളായിട്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് പേയ് എന്ന് പറയുന്നത്. പേയ്. അടുത്തത് ഈ പേയുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഗതിയുണ്ട്. പ്രാചീന തമിഴ് നിഘണ്ടുവിൽ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് പറയുന്നത് ദിവാകര നിഘണ്ടു എന്നാ. ഇപ്പോഴൊന്നും കിട്ടാനില്ല. അതിൻ്റെ ഒരു കോപ്പി എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതിനകത്തൊരു വാക്ക് പറയുന്നുണ്ട്, അണങ്ങ് എന്ന് പറയുന്നുണ്ട്. അണങ്ങ്. അണങ്ങെന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മളൊരു പിന്നെ പാട്ടോ കൊട്ടോ ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് ദൈവം നമ്മുടെ ഉള്ളിലേക്ക് കുടിയേറിയുന്നൊരു സങ്കല്പത്തിൽ നമ്മൾ ആ ദൈവമായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുന്നതിനാണ് ഈ അണങ്ങ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടാവാതെ കാത്തുരക്ഷിക്കുന്ന ദേവതയാണ്, കാവൽ ദൈവമാണ് പേയ്. അടുത്തത് മൂർത്തി. പേയ് അപ്പോൾ ഞാനിത് പറഞ്ഞത് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ക്ഷേത്രത്തിൽ തന്നെ ഈ പറയുന്ന ദേവതകളൊക്കെ തന്നെ ഇരിപ്പുണ്ട്. ഭക്തര് ഈ അർത്ഥത്തിലാണോ അവരെ സേവിക്കുന്നതെന്ന് അറിയില്ല. എങ്കിലും എനിക്കറിയാവുന്ന എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അടുത്തത് മൂർത്തി. മൂർത്തി എന്ന് പറഞ്ഞാൽ ഇറൈവൻ ഉരുവത്തോടെ ആകൃതിയോടെ ഇരിക്കുന്നത്, ദൈവം ആകൃതിയോടെ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരാകൃതിയിൽ നമ്മൾ സങ്കല്പിക്കുന്നത്. അതിനെ ക്ഷമയുടെ ദൈവം എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ മൂർത്തിക്കാവുകള് പൊറയ്യർ എന്ന് പറയുന്ന ഒരു സെക്ഷനാണത്. അതൊരു ജാതിയൊന്നുമല്ല. ഇന്ന് നമ്മൾ പറയർ എന്നൊക്കെ ലോപിച്ച് പറയും. പക്ഷെ അതൊരു ജാതിയേ അല്ല, അതൊരു കുടിയുമല്ല. അത് നമ്മൾ പോലീസ്, പിന്നെ മന്ത്രി എന്നൊക്കെ പറയുന്നത് പോലെ 3 വിഭാഗമായിട്ട് പണ്ട് കുടി സമ്പ്രദായത്തിൽ ആൾക്കാരെ വിഭജിച്ചിരുന്നു രാജ്യത്തിൻ്റെ ഭരണയന്ത്രം നിയന്ത്രിക്കുന്നതിന്. പറയർ, തുടിയർ, പാണർ. പുറയെന്ന് വെച്ചാൽ ക്ഷമയാണ്. ക്ഷമ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറയോറുകൾ, പുലവറുകൾ, മന്നറുകൾ ഇവരെല്ലാം വരുന്നതാണ് ഈ പറയുന്ന പൊറയ്യർ എന്നത്. ചേരൻ പൊറയ്യൻ, പാണ്ഡ്യൻ പൊറയ്യൻ, ചോഴൻ പൊറയ്യൻ എന്ന് പുറനാനൂറിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അടുത്തത് തുടിയനാണ്. തുടിയൻ ഈ തുടിതാളത്തെ അറിയുന്നവൻ. അതിൽ കർഷകരുണ്ടാവാം, പിന്നെ ജ്യോതിഷികളുണ്ടാവാം, ജ്യോതിശാസ്ത്രജ്ഞരുണ്ടാവാം, അങ്ങനെ പല പല. അടുത്തതാണ് പാണർ. പണ്ണ് വെച്ച് കഴിഞ്ഞാൽ തമിഴില് പൺ എന്നൊരു വാക്കിന്റെ അർത്ഥം രാഗം എന്നാണ്. രാഗത്തെ അറിയുന്നവർ. പാട്ട്, സംഗീതം, സംഗീതം കൊണ്ട് മനസ്സിനെ ശാന്തരാക്കുന്നവർ. അന്നത്തെ ആരായിരുന്നു? മ്യൂസിക് തെറാപ്പിസ്റ്റുകൾ, ഇല്ലയോ? ആ മ്യൂസിക് തെറാപ്പിസ്റ്റുകളായിരുന്നു ഈ പറയുന്ന പാണർ. പാണർ അത് മാത്രമല്ല, ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയവരുമാണ്. ധാരാളം പാണര് പുറനാനൂറിലുണ്ട് പുലവറുകളായിട്ട്. അങ്ങനെ മൂർത്തിക്കാവുകൾ ധാരാളം. പറമൂർത്തിക്കാവുകൾ അഥവാ ക്ഷമയുടെ മൂർത്തിക്കാവുകൾ എന്ന അർത്ഥത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ വച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതാണ് കുട്ടുവൻ. കുട്ടുവൻ നമ്മുടെ ക്ഷേത്രത്തിൽ നോക്കിയാൽ കാണും കുട്ടുവൻ. കുട്ടുവൻ ഞാൻ മുമ്പേ പറഞ്ഞു, ജൈനമത സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കുട്ടുവൻ. അതിൽ അതെടുത്തിട്ട് ടൈറ്റിലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, ചേരൻ ചെങ്കുട്ടുവൻ എന്ന് പറഞ്ഞാൽ അന്ന് ജൈനമതത്തിൻ്റെ ഒരു അനുയായി ആയിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് കുട്ടുവൻ എന്ന് പറഞ്ഞ് പദവി എടുത്തത്. ജൈനന്മാരെ ഇന്നും ആരാധിക്കും നമ്മൾ. അതാണ്, ആ സങ്കല്പത്തിലാണ് ഇവിടെ ക്ഷേത്രത്തിൽ കുട്ടുവൻ എന്ന് പറഞ്ഞ് ഒരു ദേവതയെ വെച്ചിരിക്കുന്നത്. ഇനി അടുത്തതാണ് വളരെ ശ്രേഷ്ഠരായിട്ടുള്ള ആൾക്കാർ, വള്ളുവന്മാർ. വള്ളുവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കുടിസമ്പ്രദായം നിന്ന സമയത്ത് ആ രാജ്യത്തിൻ്റെ എല്ലാവിധത്തിലുള്ള പൂജാവിഭാഗങ്ങളും ചെയ്തിരുന്ന ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികളായിരുന്നു വള്ളുവന്മാർ. അത് സൈന്യത്തിൽ ആണെങ്കിലും വള്ളുവ എന്നാണ് വിളിക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവർ. പൂജ ചെയ്യുന്നതിലും രാജ്യത്തെ രക്ഷിക്കുന്നതിലും ജ്യോതിഷം, അതുപോലെ കിളിശാസ്ത്രം തുടങ്ങി പല വിധത്തിലുള്ള ശാസ്ത്രങ്ങളിലൂടെ രാജാവിന് വേണ്ട ദൈവീകമായിട്ടുള്ള ആ അറിവുകൾ കൊടുക്കുന്ന, അദ്ദേഹത്തിനെ രക്ഷിച്ചു നിർത്തുന്ന ആൾക്കാരായിരുന്നു വള്ളുവന്മാർ.
അപ്പോൾ അത്രയ്ക്ക് ശ്രേഷ്ഠരായ മനുഷ്യരാണ് വള്ളുവന്മാർ. അവരാണ് ഇവിടുത്തെ ആദ്യ പൂജാരികൾ. അപ്പോൾ വള്ളുവൻ ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിൽ ഉണ്ട്. ആ വള്ളുവൻ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇതാണ്. വള്ളുവർ വളരെ ശ്രേഷ്ഠരായിട്ടുള്ള പൂജാരികളാണ്. ആ പൂജാരികളാണ് ആദ്യം ഇവിടെ പൂജിച്ചത്. പിന്നീടാണ് ബ്രാഹ്മണർ 1000 വർഷത്തിന് മുമ്പ് ഇതൊക്കെ കൈയടക്കി അവരുടേതാക്കി മാറ്റി അവരാണ് ശ്രേഷ്ഠരെന്ന് പറഞ്ഞത്. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ അപ്പുറത്ത് ബ്രാഹ്മണനായ പൂജാരി ഇരിക്കുമ്പോൾ ഇപ്പുറത്ത് വള്ളുവ പൂജാരിയും ഇരിപ്പുണ്ട്. രണ്ടുപേരും ഒരുപോലെ ശ്രേഷ്ഠരാണ്. ഒരു പടി മുകളിൽ ആരാണെന്ന് ചോദിച്ചാൽ വള്ളുവ പൂജാരി തന്നെയാണ്. കാരണം എന്താ? അദ്ദേഹമാണ് ഇവിടുത്തെ ആദിമ പൂജാരി. മനസ്സിലായില്ലേ? അപ്പൊ നമുക്കൊരു പാട്ട് കേട്ട് കളയാം. വള്ളുവന്തറ അമ്മയെ കുറിച്ച് കൈ തൊഴുന്നേ എന്ന് തുടങ്ങും. വള്ളുവൻതറയിൽ വാഴും നമ്മെ കാത്തരുളിയിടണമേ. കരുണാമയിലിൽ പാദസരോവരം ഞങ്ങളിൽ വാഴണം.